ക്യാമറ ഒക്കെ റെഡി ആയി വെച്ചോളൂ. ഞാനിപ്പോ ഒരു സംഭവം ചെയ്യാൻ പോവാണ്. ഇവരൊക്കെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻഗേജ്മെന്റ് ട്രോമ ഉള്ള കുട്ടികളാണ്. എൻഗേജ്മെന്റ് കൊളായിട്ട് ആ ട്രോമയായിട്ട് വരുന്നതാണ്. അത് മൊത്തം കിട്ടുന്നത് നമുക്കാണ്. ഇന്നലെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. വിചാരിച്ച പോലായോ? ഇതാണ് നമ്മളെ ഇന്നത്തെ ബ്രൈഡ് അഞ്ജന. ഇന്നലെ നമ്മളെ ഉണ്ടായിരുന്നു അല്ലേ? നമ്മള് വീഡിയോ ഒന്നും എടുത്തില്ല. വളരെ സ്പീഡിൽ, കാരണം അഞ്ജന കറക്റ്റ് ടൈമിന് എത്തിയതിനെ കൊണ്ട് ഞങ്ങൾ വളരെ സ്പീഡിൽ തീർത്തതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ? ഇന്നലെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. വിചാരിച്ച പോലായോ? ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെറ്റ് ചെയ്തിരുന്നോ? ഇല്ല. വല്ല കുഴപ്പമൊന്നും? ഓക്കെ. അഞ്ജന പറഞ്ഞോ? ഞാൻ പറയണില്ലേ അഞ്ജനന്റെ എല്ലാ കാര്യം? എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് മതി. അത്രേ ഉള്ളൂ. സിമ്പിൾ ആയാൽ മതി. ഇന്നലെ ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയിട്ടുണ്ട്. ഇന്ന് ഏകദേശം അതേപോലെ. ഇന്ന് അതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് മേലേക്ക്, കാരണം കുറച്ചും കൂടെ സമയം ലാസ്റ്റ് ചെയ്യണ്ടേ, കുറച്ചുകൂടെ ക്രൗഡ് ഉള്ള പരിപാടിയല്ലേ. അപ്പൊ എന്ന് വെച്ചാൽ അത്ര ലൈറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് ലാസ്റ്റ് ചെയ്യുന്നത് വ്യത്യാസം വരും. അപ്പം കുറച്ചും കൂടെ കൂട്ടിയിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അഞ്ജനന്റെ ബാക്കി ഇങ്ങനെ കണ്ടുപോവാട്ടോ. കുറെ ആയല്ലേ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട്? ഒക്ടോബറില്. ഉറങ്ങുന്ന കുട്ടികളുണ്ട് തട്ടി വിളിച്ചുണർത്തുന്നേ. ഇടയ്ക്ക് ഞാൻ നോക്കണല്ലോ ഞാൻ എന്തായി ഉറങ്ങിയ ഞാൻ അറിയില്ല. കൂളായിട്ട് കിടക്കുന്ന കുട്ടിയാണെങ്കിൽ ഉറങ്ങിപ്പോവും. ഇത് ടെൻഷൻ ചെറുതായിട്ട് ഉള്ളിലുണ്ടല്ലോ, ഇത് എന്താണ് ഇതിന്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് അറിയാത്തതിന്റെ. ലെൻസ് ഓക്കെ ആണോ? വേണ്ട. നമ്മളൊരു പഴയ ബ്രൈഡ് ഉണ്ടായിരുന്നു നിമ്മി, കുറെ വൈറലായ ഒരു വീഡിയോ ആണ്. ആ നിമ്മിന്റെ ഫ്രണ്ടാട്ടോ അത്. പക്ഷെ നിമ്മിന്റെ അത്ര പ്രശ്നങ്ങളില്ല. അന്ന് കുറച്ചുകൂടെ ആദ്യം കുറെ കണ്ടീഷൻസ് പറഞ്ഞല്ല, ഇന്ന് വളരെ ഡീസന്റാ. നിമ്മിന്റെ അമ്മ ഓരോ ബ്രഷ് ആയിട്ട് വരുമ്പോഴേക്കും അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു വിധത്തിലാണ് ഞാൻ ചെയ്തൊപ്പിച്ചത്. ഞാൻ ഫൈനൽ ലുക്കാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അന്നേരം ചൊറഞ്ഞാ മതി, കുറയ്ക്കാന്ന് പിന്നെ ഫുള്ള് കോമഡി ആയിരുന്നു മേക്കപ്പ്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോ. പക്ഷെ അവളെ മേക്കപ്പ് നല്ല രസമുണ്ടായിരുന്നല്ലോ. അല്ല, മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻഗേജ്മെന്റ് ട്രോമ ഉള്ള കുട്ടികളാണ്. എൻഗേജ്മെന്റ് കൊളായിട്ട് ആ ട്രോമയായിട്ട് വരുന്നതാണ്. അത് മൊത്തം കിട്ടുന്നത് നമുക്കാണ്. അപ്പൊ എൻഗേജ്മെന്റിന് ആദ്യം നല്ലൊരാളെ ഏൽപ്പിച്ചാൽ പോലെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇത് ഭയങ്കര പാടാ. എൻഗേജ്മെന്റ് കൊളായ കുട്ടികളെ നമുക്കൊന്ന് പറഞ്ഞ് കൗൺസിൽ ചെയ്ത് അവരെ മാക്സിമം പറഞ്ഞ് റെഡിയാക്കി എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൈൻഡിൽ അത് തന്നെ ഇരിക്കും ഉണ്ടാവുക. സത്യം. നിമ്മി ഐഷാഡോ പോലും ഇടാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നെ. കംപ്ലീറ്റ് ശരിക്കും ടാസ്ക്. ഞാൻ ഇന്നലെ ശരിക്കും എക്സ്പെക്ട് ചെയ്ത അതായിരുന്നു. അപ്പൊ ഇന്നലെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓക്കെ, എനിക്ക് സമാധാനമായി, വലിയ പ്രശ്നമില്ല എന്നുള്ളൊരു ഇത് കിട്ടി. ഇപ്പൊ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നല്ലോ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പേര് നന്നായിട്ട് അറിയാവുന്നവരാ. അതേ സ്ഥാനത്ത് കുറെ പേര് തീരെ അറിയാത്ത. പക്ഷെ എല്ലാരും പേജിൽ കാണുന്ന ഫിൽട്ടർ ചെയ്ത ഫോട്ടോസും വീഡിയോസും അല്ലേ. അപ്പൊ ഈ അന്വേഷിക്കുന്നവൻ ഈ ഫിൽട്ടർ ചെയ്ത ഇത് കണ്ടിട്ടാണ് തീരുമാനിക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഇവരത് ഈ കൊളായ മേക്കപ്പ് ആണെങ്കിൽ അവരുടെ പ്രൊഫൈല് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. അപ്പൊ അതാണ് പറ്റുന്നൊരു പ്രശ്നം. പക്ഷെ കുറച്ചൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെ ഏൽപ്പിക്കുന്നത് എപ്പോഴും സേഫ്. അങ്ങനെ ആവുമ്പോ ഈ ഒരു റിസ്ക് ഒഴിവാക്കാം. അപ്പൊ അതിനെല്ലാരും ഫോട്ടോ മാത്രം നോക്കി. പണ്ടൊക്കെ വരിക നമ്മൾ ഒരു മൗത്ത് ടു മൗത്ത് ആയിട്ടായിരുന്നു ബുക്കിംഗ് വന്നോണ്ടിരുന്നത്. ഒരു ബ്രൈഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ കെയർ ഓഫിൽ നമുക്ക് കുറേ ബ്രൈഡ്സും കൊണ്ട് വരും. കാരണം അതൊക്കെ നേരിട്ട് കണ്ടിട്ടല്ലേ വരുന്നത്. ഈ ആഫ്റ്റർ കൊറോണ വന്നപ്പോ ആരും നേരിട്ട് കണ്ടിട്ടല്ല, എല്ലാരും ഈ ഇൻസ്റ്റയില് കണ്ടിട്ടാണ് ബുക്കിംഗ് വരുന്നത്. കണ്ടിട്ടോ ബുക്ക് ചെയ്ത്. ഇവരെന്തെങ്കിലും ചോദിക്കൂ, ഇവക്കാണോ ഒന്നും ചോദിക്കാനുമില്ല. എന്നെ ചോദിച്ചാൽ എനിക്കുള്ള ടിപ്പായി എന്നാണ് ഞാൻ ഉണ്ടാക്കല്. ആ സംശയമാണ് എന്റെ ടിപ്പായി മാറിയത്. നീ എല്ലാം അയച്ചില്ല? ഒരു വർഷം കഴിഞ്ഞില്ലേ? നീ ഒന്നും കൂടെ കേട്ടാ തോന്നുന്നേ. നിനക്കൊരു കുട്ടി ഉണ്ടെന്ന് തോന്നുന്നല്ലേ? എന്ത് തോന്നുന്നു കുട്ടിക്ക്? ലാഷസ് വെച്ച് കഴിഞ്ഞിട്ട് ഉണ്ടല്ലേ? ആ സന്തോഷം. ഇത് കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ? അത് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോ കുറയും. നമ്മളെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അതല്ലേ. ലാസ്റ്റ് എന്ത് വേണമെങ്കിലും കുറയ്ക്കാം. ഇന്നലെ ലാഷസ് ഒന്നും നമ്മുടെ വെച്ചില്ല. ഈ സർഗാലയിലാണ് അടുത്ത്. അതെവിടെയാ? വടകര ക്രാഫ്റ്റ് വില്ലേജ് ഇല്ലേ,
അവിടെ എത്തണം അല്ലേ? ഇതില്ലേ പുടവ മാറ്റിക്കഴിഞ്ഞാല് അത് സാരി മാറേണ്ടി വരുമല്ലോ. അപ്പൊ ഓർണമെന്റ്സിന്റെ എന്താക്കും? ഓർണമെന്റ്സ് മാറ്റിയിടുക, പിന്നെ അതൊരു വാരിയിട്ട് പോലാണ്. പിന്നെ അതിന് അത്ര പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ആർക്കെങ്കിലും ചെയ്തു തരാൻ അറിയുന്നവരുണ്ടെങ്കിൽ ഓക്കെ, അത്രേ ഉള്ളൂ. ഇതിപ്പോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. ചെറിയൊരു സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. സിസേഴ്സ് വെക്കണമെന്നൊന്നും ഒന്നിങ്ങനെ വലിച്ചാൽ തന്നെ പൊട്ടും. കാരണം അത്രേ അതിന് സിംഗിൾ ലെയറിലാ തുന്ന, ഭയങ്കര ഉറപ്പിച്ചിട്ടൊന്നുമല്ല തുന്ന. പക്ഷെ തുന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അലൈൻമെന്റ് കറക്റ്റ് ആയിട്ട് കിടക്കൂല, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ആയിപ്പോ. ഓക്കെ, ചിലപ്പം ഞാനൊന്ന് ഛർദിച്ചു വരും. ആഹാ, ആലോചിച്ചിട്ട് ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ക്യാമറ ഒക്കെ റെഡി ആയി വെച്ചോളൂ. ഞാനിപ്പോ ഒരു സംഭവം ചെയ്യാൻ പോവാണ്. ഇതുവരെ ഒരു പ്രായം ചെയ്തിട്ടില്ല. മറ്റേ മൂവിയിലൊക്കെ പറയുന്നില്ലേ, മറ്റേ ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത. അല്ല, ഇവിടുന്ന് ഛർദിച്ച കുഴപ്പമില്ലല്ലോ ടക്കത്തെ. ഇവിടുന്ന് ആ പണി എനിക്ക് തന്നെ തന്നിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് അത് ആലോചിച്ചുണ്ടാക്കാണ്. ഇവിടെ ഒരു പ്രശ്നമില്ല, മനസ്സിലൊരു മോഹം. എനിക്ക് കല്യാണത്തിന്റെ അന്ന് രാവിലെ ഞാനൊരു ബ്രൈഡിനെ കാണുന്നില്ല, സമയമായിട്ടു. വിളിച്ചേക്കും ബ്രൈഡ് ഹോസ്പിറ്റലിലെ ട്രിപ്പ് എടുക്കാന്ന് ടെൻഷൻ കയറി. എല്ലാം പ്രശ്നമാണ്. ഹണിമൂൺ ട്രിപ്പ് ഒക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ബസ്സിലൊന്നും പോകേണ്ടി വരും. ഒടുവിന്റെ ഒരു മൂവി ഉണ്ടല്ലോ, ബസ്സിൽ കല്യാണം കഴിഞ്ഞിട്ട് പോകുന്ന ഒരു പഴയ ഒരു അവാർഡ് മൂവി ഉണ്ട്. എന്നിട്ട് ഭാര്യനെ ആദ്യമായിട്ട് ഇവര് രണ്ടാളും അന്നാ കാണുന്നു. എന്നിട്ട് നാരങ്ങ ഇങ്ങനെ കൊടുക്കണം, നാരങ്ങ കൊടുക്കണം. അതേപോലെ അതിന് ഞാൻ ടൂറിസ്റ്റ് ബസ്സിലൊന്നും പോവില്ല. അതിന് പോല അതില് അടഞ്ഞു മൂടിയിട്ടല്ലേ പോവാ. ഞാൻ പച്ച ബസ്സിലാ പോവാ. സിറ്റി ബസ്സാണോ ഉദ്ദേശിച്ചത്? നിങ്ങൾ നമ്മൾ എന്തോ മുജിമ്മ ബന്ധുണ്ട് കേട്ടോ. മറ്റേ ബസ്സാകുമ്പോ അടഞ്ഞു മൂടിയിട്ടേ നമുക്ക് അപ്പൊ തന്നെ. അല്ലെങ്കിൽ പിന്നെ വിൻഡോ സീറ്റ് വേണം, എന്നാലും ഒരു ബുദ്ധിമുട്ടാ. ട്രെയിനോ? ആ, ട്രെയിൻ വലിയ വന്ദേ ഭാരത് ഓക്കെ ആണോ? അതിലേതൊരു പോയില്ല. അതാണെങ്കിൽ ഡോർ അടഞ്ഞു പോയ ഒരു രക്ഷയില്ല, പുറത്തേക്ക് പോലെ. വേണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ചാടാൻ പറ്റൂല. പറഞ്ഞത് നന്നായി. വേണോന്ന് ഒന്നും കൂടെ ആലോചിച്ചിട്ട് കയറിയാ മതിട്ടോ. മിക്കവാറും ഹണിമൂൺ ട്രിപ്പ് അവൻ ഒറ്റക്ക് പോകേണ്ടി വരും. ട്രെയിനിന് പോവാലോ. ഓഫ്, റെയിൽവേന്റെ ഒരു പാക്കേജ് ഉണ്ട് ഓൾ ഇന്ത്യ അത് ഹണിമൂൺ ട്രിപ്പ് ആയിട്ട് എടുത്തിട്ട് പോയി. മുല്ലപ്പൂ വെക്കും. മുല്ലപ്പൂവിന്റെ കൂടെ ഞങ്ങൾ കുറച്ച് കലാപരിപാടിയും കൂടി അഡീഷണൽ ആഡ് ചെയ്യാൻ വിചാരിച്ചിരുന്നു. ഓക്കെ, എല്ലാ ചുട്ടി സെന്ററിൽ വെക്കണം. ഇതെല്ലാ ബ്രൈഡ്സും ചോദിക്കുന്ന ഒരു ചോദ്യാട്ടോ. അപ്പൊ എല്ലാ കുട്ടികളും ആലോചിച്ചോളൂ, കല്യാണത്തിന്റെ അന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്തായാലും സെന്റർ എടുത്തിട്ട് ചുട്ടി വെക്കുള്ളൂ. കാരണം ചുട്ടി ഒരു ഭാഗത്തേക്ക് കൈ പോയി ഭയങ്കര മുറയിപ്പോ. അപ്പൊ സെന്റർ എടുത്തിട്ട് ചുട്ടി ഫിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മള് ഏതാണോ ഹെയർ ഡോ എന്ന് വെച്ചാൽ അതിലേക്ക് പോവുള്ളൂ. ഇത് വെക്കുമ്പോ എല്ലാരും കോമൺ ആയിട്ട് ചോദിക്കും സെന്റർ ആണോ എടുക്കണെന്ന്. മൊത്തത്തിലൊരു ആനച്ചന്താണ് മൊത്തം എല്ലാം. അല്ല, അങ്ങനല്ല, ഫുള്ളായിട്ട് കവർ റൗണ്ട് ചെയ്തിട്ടല്ലേ. ശരി, നീ വെക്കുക. ഇങ്ങനെ ഇന്റെ ലുക്കിനെ വെച്ച രസം ഉണ്ടാവോ? സുന്ദരിയായ എന്താ തോന്നുന്നത്? ഇഷ്ടായി. ബ്രൈഡ് ഇത്രയും നേരം ചിരിക്കാത്ത ബ്രൈഡാ. എന്തൊക്കെയോ സംശയങ്ങളായിരുന്നു ബ്രൈഡിന്. രസമുണ്ട്. ഉദ്ദേശിച്ച കല്യാണ ലുക്ക് ഇങ്ങനെയാണ് മണവാട്ടിയാവും വിചാരിച്ചിരുന്നത്. ഹെയർ ശരിയാവോ എന്നൊരു 10 പ്രാവശ്യം എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഹെയർ ഒക്കെ ഓക്കെയാണ്. നമ്മള് ട്രയൽ ചെയ്യുമ്പോൾ ചുട്ടി ഉണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ ജസ്റ്റ് കാണിച്ചു കൊടുത്തിട്ടും ആൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എങ്ങനെയാ ഫേസ് വരിക എന്നുള്ളത്. പക്ഷെ കുഴപ്പമില്ല, ഓക്കെയാണ്. എന്റെ ഉണ്ട ഫേസാണെന്നൊന്നും തോന്നുന്നില്ല. ഒരാള് സ്വയം എങ്ങനെയൊക്കെ കുറ്റം പറയാമോ അതാണ്. അപ്പൊ ഹാപ്പി മാരീഡ് ലൈഫ്. വീണ്ടും കാണാം. കല്യാണത്തിന് വരുന്നില്ലേ? അയ്യോ, കല്യാണം അടുത്ത കല്യാണത്തിന് ഒരുക്കിട്ട് വിടണം. ആയിക്കോട്ടെ, അപ്പൊ കാണാൻ പറ്റും. വീണ്ടും ഇടയ്ക്കൊക്കെ ഒന്ന് വന്നോണ്ട് നമ്മളെ സ്ഥലം. തീർച്ചയായിട്ടും. ഓക്കെ.